ഇവിടെ കുരങ്ങ ശല്യം കൂടുതലാ. അനു, അനു അല്ലേ വരണേ? കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ ഇവള് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അവൻ എവിടെ? ഇവൾക്ക് എന്തു പറ്റി? അനു, എന്തു പറ്റി? എന്താ അമ്മേ, എന്തെങ്കിലും പറ്റണോ എനിക്കിങ്ങോട്ട് വരാൻ? ഇന്ന് ചാടി തുള്ളിയാണല്ലോ വരവ്. അയ്യോ, നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാനിനി അങ്ങോട്ട് വരണില്ല. എന്താ പറ്റിയെന്നോ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്ക്. അവരെന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? പോയി ചോദിക്ക്. അനു, നീ ആരോടെ ഈ ചാടിത്തുള്ളി സംസാരിക്കണേ? ഓരോ കല്യാണം ഉണ്ടാക്കി വെച്ചോളും ഞാൻ അനുഭവിക്കണേ. നന്നായി ജീവിച്ച് എന്നെ പിടിച്ച് വീട്ടുവേലക്കാരിയാക്കി. ഞാനൊന്നും പറയണില്ല. ഞാനിനി അങ്ങോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട. നീ ആദ്യം വെള്ളം കുടിക്കുക, എന്നിട്ട് സംസാരിക്കാം. എൻ്റെ മോള് വീട്ടിലേക്ക് വരുന്നതിൽ എനിക്കെന്താ സന്തോഷക്കേട്? എൻ്റെ മോളെ കണ്ടപ്പോൾ എനിക്ക് പകുതി ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ. പക്ഷെ മോളിങ്ങനെ അവരോട് വഴക്കിട്ടിട്ടല്ല വരേണ്ടത്. തുടങ്ങി. മോള് ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്ക്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനിനി അങ്ങോട്ട് പോകില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മോളെ. കല്യാണം കഴിച്ച് കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം അറിയാം എൻ്റെ മോൾക്ക്. ഇനി അതാണ് നിൻ്റെ വീട് എന്നർത്ഥം. ഈ പെണ്ണിന് എന്തൊരു ദാഹമാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചല്ലേ ഉള്ളൂ. പറയമ്മേ. നീ അവനുമായിട്ട് എത്ര ദിവസം വേണമെങ്കിലും വന്ന് നിന്നോ, ആരും ഒന്നും പറയില്ല. പക്ഷേ ഇങ്ങനെ വഴക്കിട്ട് ഒറ്റയ്ക്ക് വരരുത് മോളെ. നാട്ടുകാരെന്ത് പറയും? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീട്, അവിടുത്തെ അമ്മയാണ് നിൻ്റെ അമ്മ. അപ്പോൾ അമ്മ എൻ്റെ അമ്മയല്ലേ? അല്ലാന്ന് ഞാൻ പറഞ്ഞു മോളെ. അവിടുത്തെ അമ്മയെയും നീ അമ്മയായിട്ട് കരുതണം. പക്ഷെ എന്നെ മോളായി കരുതുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. അവരൊക്കെ പ്രായത്തിൽ മൂത്തവരല്ലേ മോളെ? നീയല്ലേ അങ്ങോട്ട് അമ്മയായിട്ട് ആദ്യം കരുതേണ്ടത്. നീ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ പതുക്കെ അവരിങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ വീട്ടിലെങ്ങും സമാധാനം. നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. പറയാനെളുപ്പമാണ്, നടപ്പാക്കാനാ പാട്. നീ ആ പശുക്കളെ കണ്ടോ? എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആ പൂച്ചയിട്ട് ഓടിക്കുന്നതാണ് സന്തോഷം. ഞാനും ഇങ്ങനെയാണ് അവിടെ ജീവിക്കണേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഞാൻ സഹിച്ചു. അനു, വിരുന്ന് വന്നാച്ചാ? വിരുന്ന് വന്നാ? എന്താ എൻ്റെ വീട്ടിൽ എനിക്ക് വന്നൂടെ? അമ്മേ, നാത്തും വന്നോ? വന്നു. എന്നോട് പറയണ്ടേ അമ്മേ? ചേച്ചി, ഞാൻ കുറച്ച് അത്തപ്പൂ വലിക്കാൻ പോയതാ. അമ്മയ്ക്ക് ഓണക്കൊടിയായിട്ട് വന്നതാണോ ചേച്ചി? ഏട്ടൻ എവിടെ? ഇതെന്താ ഈ നാത്തൂനൊന്നും മിണ്ടാത്ത? ഇവിടെ ഉണ്ട് അനൂപേ. പുതിയ കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. ഓണക്കോടി സെറ്റ് സാരി പോരെ അമ്മ? സെറ്റ് സാരി മതി. മോളുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ എടുത്തോ, പോകുമ്പോൾ കൊടുക്കാമല്ലോ. അവരെങ്ങോട്ടാ അമ്മ പോണേ? ഓണക്കൂടി എടുക്കാൻ പോവാം മോളെ. ഓണം ഇങ്ങ് അടുത്തില്ലേ? എന്നാലും അമ്മ, ഏട്ടൻ്റെ ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല. എങ്ങനെ മിണ്ടാനാ? അവനറിഞ്ഞു കാണും നീ അവിടുന്ന് വഴക്കിട്ടിട്ടാ പോന്നേന്ന്. നീ ഇവിടെ വന്ന് നിന്ന അവനല്ലേ തലവേദന. നാട്ടുകാരുടെ ഓരോ ചോദ്യങ്ങൾ. ഇനിയൊരു രണ്ടാം കെട്ടുകാരന് നിന്നെ പിടിച്ച് കെട്ടിക്കണം. ആദ്യം കെട്ടിച്ചതിൻ്റെ കടമേ തീർന്നിട്ടില്ല. കേസ്, വഴക്ക്, അതൊക്കെ ഓർത്തിട്ടാവും. മോള് വിഷമിക്കണ്ട, അതൊക്കെ പതുക്കെ ശരിയായിക്കോളും. പക്ഷെ ഒന്നും വേണ്ടായിരുന്നു. ഇനി എങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുക? അനൂപേട്ടനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ. ഒന്നും വേണ്ടായിരുന്നു. അനു, ഫോണ്. ആരാ അമ്മേ? അനൂപാണെന്ന് തോന്നുന്നു, നോക്ക്. ഹലോ. ഏട്ടാ, സോറി ഏട്ടാ, ഞാനങ്ങോട്ട് വരുവാ. ഓണക്കോടി എടുക്കാൻ പോണോ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇപ്പം ഇറങ്ങാട്ടാ. ഇവിടെ ഇപ്പോൾ നല്ല മഴയൊന്ന് തോരട്ടെ. ശരി ഏട്ടാ. അമ്മേ, ഞാൻ പോവാ. അനു, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. വേണ്ടമ്മേ, ഞാൻ പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ. അനു, നീ ദേഷ്യപ്പെട്ട് പോവാണോ? അമ്മയോടോ? എനിക്കെന്ത് ദേഷ്യം? ഇത്രയും നാൾ ഞാൻ കുട്ടിക്കളിയായിരുന്നു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായേ. ഞങ്ങൾ ഓണത്തിന് വരാമേ. ശരി മോളെ, പോയിട്ട് വാ. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. പാവം എൻ്റെ കുട്ടി.